കർക്കിടകവാവിന് ബലിതർപ്പണത്തിനായി സജീവമായി മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങൾ. ലക്ഷക്കണക്കിന് ഹൈന്ദവരാണ് ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും തർപ്പണം ചെയ്തത്. തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. കറുത്തവാവ് പുലർന്ന പുലരിയിൽ ഹൈന്ദവർ തന്റെ തലമുറകൾക്ക് ഹൃദയാർപ്പണം കൊണ്ട് അന്നമൂട്ടി. ക്ഷേത്രങ്ങളിലും പുണ്യതീർത്ഥങ്ങളിലും ബലിതർപ്പണങ്ങൾ നടന്നു. തൃശൂരിൽ ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം, പാമ്പാടി ഐവർ മഠം, ഭാരതപ്പുഴയോരം, ആറാട്ടുപുഴ മന്ദാരം കടവ്, കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീ ശാസ്താ ക്ഷേത്രം, പാറമേക്കാവ് ശാന്തിഘട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. കോട്ടയത്ത് അരുവിക്കൽ ക്ഷേത്രം, നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം, ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം, മുട്ടുച്ചിറ പറമ്പ്രം തൃക്കയിൽ മഹാദേവ ക്ഷേത്രം, ഗോവിന്ദപുരം കൈലാസപുരം ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലും പുലർച്ചെ മുതൽ നിരവധി പേരാണ് ബലിതർപ്പണം നടത്തിയത്. ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത പിതൃതർപ്പണ കേന്ദ്രമായ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ കടൽ തീരത്ത് വ്രതശുദ്ധിയോടെ ലക്ഷങ്ങൾ ബലിതർപ്പണം നടത്തി. പരശുരാമനാൽ പിതൃപൂജയ്ക്ക് പ്രാധാന്യം നൽകി പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 15 തന്ത്രിമാർ പിതൃപൂജയും തിലഹവനവും നടത്തി. തീരത്ത് 40-ൽ പരം പുരോഹിതന്മാരുടെ മേൽനോട്ടത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. ജനം, കൊച്ചി.